CSDS പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കട്ടപ്പന, ഏലപ്പാറ എന്നീ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത്. ദളിത് ക്രൈസ്തവർക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ജാഥ നടത്തുന്നത്. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് നയിക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കട്ടപ്പനയിൽ നിന്ന് ആരംഭിച്ച ജാഥ പൂപ്പാറയിലാണ് സമീപിച്ചത്. പൂപ്പാറ 16-ാം കണ്ടത്താണ് രണ്ടാം ദിന സമാപന യോഗം നടന്നത്. CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ K. തങ്കപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ KK സുരേഷിന് സ്വീകരണം നൽകി. 29-ാം തീയതി 10,000-കണക്കിന് ആളുകൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റുകൾ ഉചിതമായ തീരുമാനമെടുക്കണം. അതിന് സംസ്ഥാന ഗവൺമെന്റിനും ചില കാര്യങ്ങൾ കഴിയും. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ അടുത്ത കാലത്താണ് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ പോവുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തിൽ 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവന് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കും. CSDS സംസ്ഥാന സമിതി അംഗം മോബിൻ ജോണി യോഗത്തിൽ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, CSDS ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് രാജൻ കുഞ്ഞൂഞ്ഞ്, ബിജു പൂവത്താനി, റെജി കുറവക്കാട്ട്, സണ്ണി കണിയാമറ്റം, ബീന കാഞ്ഞിരത്തിൽ, PA അനൂപ്, KK സാബു എന്നിവർ സംസാരിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.